ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ഗ്രേസ് ജോർജ്, ഇതെൻ്റെ ഹസ്ബൻഡ് ജോർജ്. ഞങ്ങൾ കുന്നംകുളത്തുനിന്ന് വരുന്നു. ഞാൻ 2025 ഫെബ്രുവരിയിലാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് പരിശുദ്ധ അമ്മയുടെയും ഈശോയുടെയും വലിയ കൃപ ലഭിച്ചതിൻ്റെ ആ സാക്ഷിയാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞത് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും സാക്ഷ്യം വഹിച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയ ഒരു ആഗ്രഹമാണ്. അപ്പോൾ പരിശുദ്ധ എൻ്റെ ആദ്യത്തെ എൻ്റെ ഒരു അത്ഭുതം എന്ന് പറഞ്ഞത് എൻ്റെ ഹസ്ബൻഡിൻ്റെ കാലിൽ വെരിക്കോസ് വെയിൻ്റെ അസുഖം ഉണ്ടായിരുന്നു. ഒരു ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ടും ഒരു 10-14 സ്റ്റിച്ചുണ്ടായ ഒരു ഓപ്പറേഷനായിരുന്നു. എന്നിട്ടും ആ മുറിവ് ഉണങ്ങിയാലും അവിടെ നീര് വരിക, പഴുക്കുക, അങ്ങനെ എപ്പോഴും അങ്ങനെ ആയിരുന്നു. അതിനേക്കാൾ മുന്നേ ഈ വെരിക്കോസിൻ്റെ വന്നപ്പോൾ ഒരു ആയുർവേദ ആൾക്കാർ പറഞ്ഞു, ഈ അട്ടേനെ കൊണ്ട് പിടിപ്പിച്ച് കഴിഞ്ഞാൽ അത് മാറുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വെരിക്കോസിൻ്റെ ഒരു ഭാഗത്ത് അട്ടേനെ പിടിപ്പിച്ച കാരണം അട്ടയുടെ മുഖത്തുള്ള ഒരു ഇതിന് സെപ്റ്റിക് അൾസറായിട്ട് ഹസ്ബൻഡിൻ്റെ കാലുമ മാറി. അത് വലിയൊരു മുറിവായി തീർന്നു. ഒരു 10-20 വർഷമായിട്ട് അതങ്ങനെ ഒരു മുറിവുണ്ടായിരുന്നു. അത് പിന്നെ ഒരു 4 ഇഞ്ച് നീളവും ഒരു 1 ഇഞ്ചോളം താഴ്ചയുള്ള കാലിൻ്റെ മുട്ടിൻ്റെ താഴെയായിട്ടായിരുന്നു ആ മുറിവുണ്ടായിരുന്നത്. എപ്പോഴും ഇങ്ങനെ പഴുപ്പ് വരിക, ഈ ചേർക്ക് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ആൾക്ക് മാനസികമായിട്ടും വളരെയധികം വിഷമിച്ചിരുന്നു. അത് ആയുർവേദം കാണിച്ചു. ഇപ്പോൾ ഈ അട്ടേനെ പിടിപ്പിച്ചിട്ട് മാറിയില്ല. പിന്നെ മിഷൻ ഹോസ്പിറ്റലിലായിരുന്നു ഓപ്പറേഷൻ. അതിൻ്റെ ചികിത്സ ചെയ്തിട്ടൊന്നും ഈ മുറിവ് ഉണങ്ങണില്ലായിരുന്നു. എന്നിട്ട് പിന്നെ ജോലിക്ക് പോകാൻ പറ്റാണ്ടായി. അപ്പോൾ ജോലി ഉപേക്ഷിച്ചു. അപ്പോൾ മാനസികമായിട്ടും അതും വളരെയധികം ആളെ തളർത്തിയിരുന്നു. പിന്നെ ഇവിടുന്ന് ഈ തൈലം, ഇവിടുന്ന് കിട്ടിയ തൈലം എടുത്ത് ഒരു ദിവസം പറഞ്ഞു, നമുക്ക് ഈ തൈലം ഒരുപാട് അത്ഭുതങ്ങൾ നടക്കുന്നതല്ലേ, ഈ തൈലം ഒന്ന് ഉപയോഗിച്ച് മാതാവിനെ ഈശോയോട് പറഞ്ഞ് സൗഖ്യപ്പെടുത്താൻ സാധിച്ചെങ്കിലോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് രണ്ടുപേരും പ്രാർത്ഥിച്ചു. ഈ തൈലത്തിൽ ഉപ്പ് ചേർത്തിട്ട്, നല്ല പോലെ ഉപ്പും തൈലും കൂട്ടി ചേർത്തിട്ട്, ഈ 4 ഇഞ്ച് നീളം 1 ഇഞ്ച് ആഴമുള്ള വലിയൊരു മുറിവാണ്. ശരിക്കും മാംസം പോലെ ചുവന്നിരിക്കുക കാല്. അപ്പോൾ അതിലിങ്ങനെ കുറച്ചിങ്ങനെ പ്രാർത്ഥിച്ച് പുരട്ടിപ്പോയി പറഞ്ഞു, നീറ്റെന്തെങ്കിലും ഉണ്ടോയെന്ന് വെച്ചപ്പോൾ ഒന്നുമില്ല, ഒരു വികാരവും ഇല്ലാത്ത പോലെയാണ് ആൾ പറഞ്ഞത്. അപ്പോൾ അതിങ്ങനെ പുരട്ടി ആളോട് പറഞ്ഞു, ഇനി ഞാൻ ജോലിക്ക് അടുക്കളയിലേക്ക് പോവാണ്, ഇരുന്ന് ജപമാല ചൊല്ലിയിരിക്കട്ടാ, പ്രാർത്ഥിക്കട്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി. ഞാൻ അടുക്കളയിൽ പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ തോന്നുക, ദൈവമേ ഈ ഉപ്പും തൈലും ഒരു അട്ടേനെ പിടിപ്പിക്കുക എന്ന് പറഞ്ഞത് എൻ്റെ ഒരു ഇഷ്ടത്തിന് ചെയ്തതാണ്. അപ്പോൾ എല്ലാവരും കുറ്റപ്പെടുത്തും, നിൻ്റെ വാക്ക് കേട്ടിട്ട് ആ ചെക്കൻ്റെ കാലുമാരും മുറിവ് വലിയത് വരുത്തി. വെരിക്കോസിൻ്റെ ഓപ്പറേഷൻ ചെയ്തിട്ട് അതിനും കുറവില്ല. പോരാത്തേക്ക് ഈ ഉപ്പും തൈലും കൂടി പുരട്ടിയിട്ട് ആ മുറിവിൽ വല്ല ഞരമ്പിൽ എന്തെങ്കിലും ആയി എന്തെങ്കിലും ബാധിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ പറയില്ലേ, ഈ ആദിവാസിയാണോ നിങ്ങൾ ഇത്രയും ബോധമില്ലാത്ത പണി ചെയ്തു എന്ന് വെച്ചിട്ട് എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തിയില്ലെങ്കിലോ എന്നുള്ള ഒരു ഭയം മനസ്സിലുണ്ട്. എന്നാൽ മാതാവിൽ ഈശോയിൽ എനിക്ക് വിശ്വാസമുണ്ട്. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് നമുക്ക് കഴുകി കളയാം, ഭയം തോന്നിയിട്ട് കഴുകി കളയാമെന്ന് പറഞ്ഞിട്ട് മുറിവ് കഴുകി കളഞ്ഞു. പിന്നെ അതിലേക്കൊരു ശ്രദ്ധിക്കാനായിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ അവിടുന്ന് കുറച്ച് ദിവസം മറ്റേത് ദിവസവും കാല് നോക്കും, എങ്ങനെയുണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തുടയ്ക്കാനൊക്കെ സഹായിക്കുന്ന ആളാണ്. അത് ചെയ്യേണ്ടായി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് കാല് നോക്കുമ്പോൾ അതൊക്കെ തന്നെ മാംസം വന്ന് തൂർന്നിട്ട് ഇപ്പം കംപ്ലീറ്റ് ഈ 4 ഇഞ്ച് നീളം 1 ഇഞ്ച് ആഴമുള്ള ഈ മുറിവ് കംപ്ലീറ്റ് ആ ഒരൊറ്റ മണിക്കൂർ അമ്മയുടെ തൈലം ആ ഉപ്പ് മാത്രം ഉപയോഗിച്ച്, ഉടമ്പടി തൈലം ഉപ്പും കൊണ്ട് മാത്രം ആ മുറിവ് ഉണങ്ങി. ഞാനത് എനിക്ക് അമ്മയിലൂടെ ലഭിച്ച ഈ വലിയ അനുഗ്രഹം ഞാൻ കാണുന്നവരോട് ഒരു ദിവസം പോലും അമ്മയെക്കുറിച്ചും ഈശോയെ കുറിച്ചും പറയാത്ത ദിവസങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. അതിപ്പോൾ ഒരു മുസ്ലിംസ് ആയാലും ഹിന്ദുസ് ആയാലും ഓട്ടോറിക്ഷയിലായാലും ബസ്സിലായാലും എവിടെയായാലും ഞാൻ അങ്ങനെ പറഞ്ഞിരിക്കും അമ്മയിൽ നിന്നുള്ള അനുഗ്രഹം. അതിന് 1000 കോടി അമ്മയ്ക്ക് തിരുക്കുമാരൻ നന്ദി പറയുന്നു. ഞാൻ രണ്ടാമത്തേന്ന് പറഞ്ഞത്, എൻ്റെ തലയിൽ നിറയെ ഒരു തരം വെള്ള പൊടി, സോറിയാസിസ് എന്നാണെന്ന് വെച്ചെങ്കിൽ അതുമല്ല, താരെന്ന് പറയാനും പറ്റില്ല. എൻ്റെ മോൻ പറയും ചിലപ്പോൾ അറപ്പ് തോന്നുന്ന തരത്തിലാണ് നിറയെ പൊടി പോലെ. അത് ആയുർവേദം കാണിച്ചു, ഹോമിയോ കാണിച്ചു, പിന്നെ ഈ സ്കിൻ ഡോക്ടറെ കാണിച്ചു, അതിൻ്റെ മരുന്ന് കഴിച്ചിട്ട് ഒന്നും എനിക്ക് കുറവുണ്ടായിരുന്നില്ല. ഒരു ദിവസം ഇതുപോലെ തന്നെ ഈ തൈലം എടുത്ത് തലയിൽ പുരട്ടി വിശ്വാസ പ്രമാണം ചൊല്ലി അമ്മയ്ക്ക് സാധ്യമായല്ലോ. ഇതിപ്പോൾ എൻ്റെ തലയിലൊക്കെ ഇപ്പോൾ നന്നായി മുടി കാണുന്നുണ്ട്, പക്ഷേ ഇതൊക്കെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന മുടികളാണ്. ഈ മുടിയൊക്കെ കൊഴിഞ്ഞു പോയിട്ടും ഒരു ഇങ്ങനെ അറപ്പ് തോന്നുന്ന തരത്തിലായിരുന്നു. ഇതിങ്ങനെ പുരട്ടി അതങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്. അപ്പം ഞാൻ ചോദിക്കും, എല്ലാവരുടെ മുമ്പിൽ അതിൻ്റെ മുടി കെട്ടാനൊന്നുമില്ല, ഇപ്പോൾ ഒക്കെ ഇതൊരു വെച്ച് കെട്ടിയിട്ടുള്ളൊരു സാധനം വെച്ചിട്ടാണ് ഈ നടക്കുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു പ്രയാസം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം യൂട്യൂബ് എടുത്ത് നോക്കിയപ്പോഴുണ്ട്
ജോസഫ് അച്ഛൻ്റെ ആരാധന ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ അച്ഛൻ വിളിച്ചു പറഞ്ഞു, ആരാധനയിൽ പറയുന്നുണ്ട് തലയിൽ വെള്ള പൊടി പോലെ കാണുന്നുണ്ട്, സോറിയാസിസ് ആണോ എന്ന് പറഞ്ഞാൽ അത് അങ്ങനെയല്ല. പിന്നെ ഒരു ഇംഗ്ലീഷ് വാക്കാണ് പറഞ്ഞത്, അതെനിക്ക് മനസ്സിലായില്ല, അതാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ തലയിൽ നിറയെ വെള്ള പൊടി പോലെ കാണുന്നതാണ്. ഈശോ ഈ സമയം ആ വ്യക്തിനെ സൗഖ്യപ്പെടുത്തണം എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കഴുത്തിൽ കാശിരൂപം ഉണ്ടായിരുന്നു മാതാവിൻ്റെ, അതെടുത്ത് ഞാൻ നെറ്റിയിൽ തലയിൽ ഇങ്ങനെ വരച്ചിട്ട് പറഞ്ഞു, ഈശോയെ അത് ഞാനായിരിക്കണേ, എൻ്റെ സൗഖ്യപ്പെടുത്തണേ ഈശോയെ എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അവിടുന്ന് കഴിഞ്ഞു 4 ദിവസം കഴിഞ്ഞു, എനിക്ക് ജലദോഷം പനിയും പിടിച്ചു. അപ്പോൾ തലയൊന്നും ഞാൻ കഴുകിയിരുന്നില്ല. ഒരു ദിവസം ഞാൻ എന്താണ് തലയുടെ അവസ്ഥ എന്നിട്ട് കണ്ണടയിൽ നോക്കുമ്പോൾ എൻ്റെ തലയിൽ ഒരു പൊടി പോലും കാണാനില്ല. ഇപ്പോൾ ഒന്നുമില്ല. ചിലപ്പോൾ എനിക്ക് ചുമയും നീരുവീഴ്ച ഉണ്ടായിരുന്നു. അപ്പോൾ 3 ആഴ്ച കഴിഞ്ഞിട്ടാണ് ഞാൻ തല കഴുകിയത്. അപ്പോഴും ഒരു തരി പോലും പൊടിയില്ല, ഒന്നുമില്ല. അതിൻ്റേതായ ഒരു വിഷമമില്ല. ഇപ്പോൾ തലയിലൊക്കെ നിറയെ മുടികൾ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈശോയ്ക്ക് മാതാവിന് ഒരുപാട് നന്ദി. അച്ഛനത് ഞാൻ വിചാരിക്കും യൂട്യൂബിലൊക്കെ കാണുമ്പോൾ എന്ത് അത്ഭുതങ്ങൾ കാണാനാണ് നമ്മളൊക്കെ വീട്ടിലിരുന്നിട്ടെന്ന് വിചാരിക്കാറുണ്ട്. പക്ഷേ ആ യൂട്യൂബിൽ നോക്കിയാലും ഈശോയ്ക്ക് പിന്നെ ജോസഫ് അച്ഛനിലൂടെ ആ ദർശനത്തിലൂടെ നമുക്കുള്ള അനുഗ്രഹം അവിടെ ലഭിക്കുമെന്നുള്ളത് എനിക്ക് പൂർണ്ണമായിട്ടുള്ള അനുഭവമായി തീർന്നു. പിന്നെയുള്ളത് ഒരു കൃപാസനത്തിൻ്റെ തൈലുണ്ടല്ലോ, ആ തൈലം എനിക്കൊരു പ്രൊവിഡൻറ്റ് ഫണ്ട് ലഭിക്കാണ്ടായിരുന്നു. അത് ലഭിക്കില്ലെന്ന് കുന്നംകുളം ബ്രാഞ്ചിൽ നിന്ന് പറഞ്ഞു. അവിടെ ഞാനപ്പോൾ ഒരു അപേക്ഷ എഴുതി, എനിക്ക് ആ പ്രൊവിഡൻറ്റ് ഫണ്ട് എനിക്ക് തിരിച്ച് തരാനായിട്ട് സാമ്പത്തികമായിട്ട് ഒരു കടബാധ്യത ഉണ്ട്, അത് തീർക്കാനായിട്ട്. അപ്പോൾ ഈ തൈലെടുത്തിട്ട് ഞാൻ ഈ അപേക്ഷ ഫോമിൻ്റെ സൈഡിൽ കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിൽ പ്രാർത്ഥിച്ച് അമ്മയുടെ കൈകളിലാണ് ഞാൻ തിരുക്കുമാരനെയും കൈകളിലാണ് ഏൽപ്പിക്കുന്നത് പറഞ്ഞിട്ടാണ് ഈ അപേക്ഷ കൊടുത്തത്. അപ്പോൾ അത് കൊടുത്തപ്പോൾ കുന്നംകുളത്ത് നിന്ന് അവരെ ബ്രാഞ്ച് ഓഫീസിൽ നിന്ന് അത് തരില്ല എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, ഇനി നിങ്ങൾക്ക് സമാധാനം ഉണ്ടെങ്കിൽ തൃശ്ശൂർക്ക് കൊണ്ടുകൊടുത്തു, അവിടെയും സ്വീകരിക്കില്ല എന്ന് പറഞ്ഞു. തൃശ്ശൂർ കൊണ്ടുകൊടുത്തു. അവിടെയും പറഞ്ഞു, ഓഫീസിൽ പറഞ്ഞു, ഞങ്ങളിത് കൊടുക്കാം, നിങ്ങൾക്ക് 100% നിങ്ങൾക്ക് ഈ ഫണ്ട് മുഴുവനായിട്ട് തരില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ 4-1 വേണമെങ്കിൽ എഴുതിയെടുക്കാമെന്ന് പറഞ്ഞു. അത് കിട്ടിയിട്ട് എനിക്ക് ഒരു കാര്യമില്ല. അപ്പോൾ ഞാനിങ്ങനെ മാതാവിൻ്റെ കയ്യിലാണല്ലോ ഏൽപ്പിച്ചിരിക്കണേ എന്നുള്ളൊരു ഇതിൽ നിന്നു. അപ്പോൾ അവർ സോണിലേക്ക് അയക്കാം, എറണാകുളത്തേക്ക് അയക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ 2 മാസം കഴിഞ്ഞു. ഒരു 3-ാമത്തെ മാസം ആകുമ്പോഴേക്കും എനിക്ക് അവിടുന്ന് ബ്രാഞ്ച് ഓഫീസിൽ നിന്ന് എനിക്ക് വിളി വന്നു, നിങ്ങളുടെ ആ ഫണ്ട് മുഴുവനായിട്ടും അനുവദിച്ച് തന്നിരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് സങ്കടം കൊണ്ട് ഞാൻ പൊട്ടിക്കരഞ്ഞു. ആദ്യമായിട്ടുള്ള സാക്ഷ്യം തന്നെ എൻ്റെ ബ്രാഞ്ച് ഓഫീസിൽ പോയിട്ട് ഞാൻ ആ സാറിനോടാണ് പറഞ്ഞത്, പരിശുദ്ധ അമ്മയുടെ വലിയൊരു കൃപ കൊണ്ടാണ് എനിക്കിത് നേടാനായിട്ട് സാധിച്ചത്, അമ്മ ഇടപെട്ടുകൊണ്ടാണെന്നോട്ട് സാക്ഷ്യം പറയാൻ സാധിച്ചു. അങ്ങനെ പിന്നെയും ഞങ്ങളുടെ ജീവിതത്തിൽ പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതൊന്നും കൂടെ ആളില്ലാത്ത കാരണം എനിക്ക് പറയാൻ പറ്റില്ല. ഇത്രയും വലിയ അനുഗ്രഹം തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. കാരുണ്യ പ്രവർത്തികളായിട്ട് ഞാൻ കാറ്റീസം അധ്യാപികയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു വൃദ്ധസദനം ഉണ്ട് ഞങ്ങളുടെ അവിടെ. മാനസിക രോഗികളും വൃദ്ധരായിട്ടുള്ള ആണുങ്ങൾക്കുള്ള സ്ഥാപനമാണ്. അവിടേക്ക് ഞാൻ ദിവസം ഒരു 10 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അവരവിടെ എടുത്ത് ചെല്ലും, അവരോടുകൂടി സംസാരിക്കും, അവരോടുകൂടി ഇരിക്കും, അവരോടുകൂടി ചാപ്പലിൽ പോയിട്ട് പ്രാർത്ഥിക്കും. ആരാധനയിലൊക്കെ അവരേനും കൂടിയിട്ട് സഹകരിപ്പിച്ച് പ്രാർത്ഥിക്കാനും പാട്ടുപാടാനും അതിനൊക്കെ അവരെന്നെ പ്രോത്സാഹിപ്പിക്കും. അവരുടെ ഞാൻ ചിലപ്പോൾ ഒക്കെ കൃപാസന തൈലം കൈ പിടിച്ചിട്ട് ഞാൻ അവിടെ പോകും. ഇച്ചിരി വേദന വിഷമങ്ങളൊക്കെ പറയുന്നവരുണ്ടെങ്കിൽ അവരെ തൈലം തൊട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അങ്ങനെ ഒരു ജപമാല ചെല്ലും. കാരണം അങ്ങനെയൊക്കെ ആയിട്ട് ഒരു 3:30 വരെ ആ മക്കളോട് കൂടിയായിരിക്കും, അവരോട് കൂടി ഭക്ഷണം കഴിച്ചിങ്ങനെ പോരും. പിന്നെ പത്രം എന്ന് പറഞ്ഞാൽ ഞാൻ പത്രം ഇപ്പം ഞാൻ ഹിന്ദിയും തമിഴും മലയാളം കൂടെ മേടിച്ചിട്ടുണ്ട്. കാരണം മലയാളമാണ് ഞാൻ സാധാരണ കൊണ്ടുപോയാൽ ഞങ്ങളുടെ ഇടവകയിലെ ജനങ്ങൾക്ക് കൊടുക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് ഞാൻ ഹിന്ദുക്കൾക്കും ഈശോനെയും പരിശുദ്ധമ്മനെ അറിയാത്ത വ്യക്തികൾക്കായിട്ട് അത് ഞാൻ കൊടുക്കുക. ചിലപ്പോൾ ബസ്സിൽ യാത്രയിലാവും, അടുത്തുള്ള വ്യക്തിക്ക് പറഞ്ഞു കൊടുക്കും, അല്ലെങ്കിൽ ഓട്ടോറിക്ഷയിലാണെങ്കിൽ ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്കായി കൂടുതലുള്ളവർക്ക് കൊടുക്കും. അങ്ങനെ പിന്നെ അതുപോലെ തന്നെ ഞാനൊരു മുസ്ലിംസ് ഏരിയയിൽ ജീവിക്കുന്ന ആളാണ്. അപ്പോൾ അവരുടെ വീടുകളിലൊക്കെ പോയിട്ട് ഞാനിത് പറഞ്ഞു കൊടുക്കും. മുസ്ലിംസ് തന്നെ പ്രാർത്ഥിക്കാനായിട്ട് പ്രത്യേകം ഇപ്പോൾ ഒരു നിയോഗം പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാനായിട്ടും അവരെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാനായിട്ടും കൃപാസനപുറത്ത് കൊടുക്കാനായിട്ടൊക്കെ ചെയ്യുന്നു. പിന്നെ എൻ്റെ അടുത്ത് വലിയ സാമ്പത്തികമായിട്ടൊന്നും സഹായിക്കാൻ എനിക്ക് കഴിവില്ലെങ്കിലും എന്നാൽ കഴിയുന്ന വിധത്തിൽ മറ്റുള്ളവർക്കൊക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഞാൻ സഹായിക്കുന്നു. അങ്ങനെ അതാണ് എൻ്റെ കാരുണ്യപ്രവർത്തികളായിട്ടുള്ളത്. ജ്ഞാനം 16:12. കർത്താവെ, മരുന്നോ ലേപന ഔഷധവുമല്ല, എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സൗഖ്യപ്പെടുത്തിയത്. ഇവിടെ ചേച്ചി പറഞ്ഞു 20 വർഷമായിട്ടാണ് ഹസ്ബൻഡ് വെരിക്കോസിൻ്റെ വേദന അനുഭവിച്ചത്. മുറിവിനെക്കുറിച്ച് പറഞ്ഞത് 4 ഇഞ്ച് നീളം 1 ഇഞ്ച് ആഴം.
മരുന്നുകളെല്ലാം ഉപയോഗിച്ച് ഇനി ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല. ആ സ്ഥലത്താണ് ഇവിടെ നിന്ന് ലഭിച്ച, കൃപാസനത്തിൽ ലഭിച്ച വെഞ്ചരിച്ച ഉപ്പ് ഈശോയുടെ നാമത്തിൽ ഉപ്പും തൈലവുമായിട്ട് 1 മണിക്കൂർ സമയം വെച്ച് പ്രാർത്ഥിക്കുന്നത്. അതോടുകൂടി ആ മുറിവ് ഉണങ്ങിപ്പോവുകയാണ്. ഈശോ തുപ്പലുകൊണ്ട് ചെളിയുണ്ടാക്കി ഒരു അന്ധൻ്റെ കണ്ണിൽ പുരട്ടിയിട്ട് കഴുകാൻ പറഞ്ഞപ്പോൾ അവന് കാഴ്ച ലഭിച്ചതുപോലെയാണ് ഈ ഒരു സാക്ഷ്യവും. ഉടമ്പടിയിൽ ലഭിച്ച നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച സമയത്ത് 20 വർഷമായിട്ട് ഉണങ്ങാതിരുന്ന മുറിവ് ഉണങ്ങിപ്പോവുകയാണ്. അതേപോലെ ചേച്ചിയുടെ തലയിലുണ്ടായിരുന്ന വെള്ളപ്പൊടി പോലെയുള്ളത് മാറുന്നത്, അതിവിടെ അച്ഛൻ അൾത്താരിൽ നിന്നാണ് സന്ദേശം പറയുന്നത്. ചേച്ചി വീട്ടിൽ നിന്നാണ് ആരാധന കൂടുന്നത്. നമ്മളോട് ഡെയിലി ബ്രെഡ് കൃത്യമായി കൂടണമെന്നും ആരാധനയിൽ പങ്കെടുക്കണമെന്നൊക്കെ പറയുന്നത്. നമ്മൾ ഈ ആരാധനയൊക്കെ കൂടി ഹൃദയത്തിലേക്ക് വ്യത്യാസം വന്ന് അനുതാപത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ ദൈവം നമ്മുടെ ലൈഫിൽ ഇടപെടുവാൻ തക്ക വിധം നമ്മൾ മാറിത്തീരും എന്നുള്ളത് കൊണ്ടാണ്. പരിശുദ്ധ അമ്മയിലൂടെ ദൈവം ഈ കുടുംബത്തിന് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൈയടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.